10 പേരെ വെറുതെ വിട്ട വിധിയിൽ തൃപ്തരല്ലെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണം. തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മാതാപിതാക്കൾ അറിയിച്ചു. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നാണ് കരുതിയതെന്ന് ശരത്ലാലിന്റെ അമ്മ ലതയും കേസ് അട്ടിമറിക്കാൻ സർക്കാർ കളിച്ചുവെന്ന് കൃപേഷിന്റെ മാതാവ് ബാലാമണിയും പറഞ്ഞു. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. പോലെ സംഭവിച്ചു. ആ കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. 14 പേർക്കെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെങ്കിലും വെറുതെ വിട്ടവർക്കെതിരെ മുന്നോട്ടു പോകുമെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പ്രതികരിച്ചു. കൊലപാതക കുറ്റം തെളിഞ്ഞതായിട്ട് ബോധ്യപ്പെട്ടുവല്ലോ, അത് കോടതി പറഞ്ഞല്ലോ, അതിന് വളരെയധികം തൃപ്തരാണ്. പക്ഷെ ഗൂഢാലോചനയിൽ കുറച്ചാളെ രക്ഷപ്പെട്ടത് അത് അത്ര നമുക്ക് സുഖമുള്ള കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ പ്രോസിക്യൂട്ടറായിട്ട് ഇതിനെ ആലോചിച്ച് മുമ്പ് ഇതിനെ വരുന്ന വഴികളൊക്കെ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കും. CBI വന്നപ്പോഴാണ് കേസ് ശരിയായ ദിശയിലെത്തിയതെന്ന് കൃപേഷിന്റെ അച്ഛൻ PV കൃഷ്ണൻ. ശിക്ഷിക്കപ്പെടില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ 2 കുടുംബക്കാരും CBI അന്വേഷണം പറഞ്ഞ് ഉറച്ചു നിന്നു. അതിൽ ഞങ്ങൾ പാർട്ടിക്കാർ സഹായിച്ചു. CPMന്റെ രാഷ്ട്രീയ കൊലപാതകം നേതാക്കന്മാർ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും ഇതിനോടുകൂടെ അവസാനിക്കുന്നത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. 6 വർഷമായി കാത്തിരുന്നത് ഈ ദിനത്തിനു വേണ്ടിയായിരുന്നുവെന്നാണ് ശരത്ലാലിന്റെ സഹോദരി അമൃതയുടെ പ്രതികരണം. പരമാവധി ശിക്ഷ ലഭിക്കുന്ന നല്ല പ്രതീക്ഷയുണ്ട്. കോടതിയോട് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. പക്ഷെ എന്നാലും അവരുടെ കൂടെ തന്നെ ഉൾപ്പെടേണ്ടവരാണ് ഈ 10 പേരും. അതിനെതിരെ നല്ല എവിഡൻസ് നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെന്നറിയില്ല 10 പേരെ ഒഴിവാക്കിയത്. വിധിക്ക് പിന്നാലെ മക്കളുടെ സ്മൃതി മണ്ഡപത്തിനു മുന്നിൽ പൂക്കളർപ്പിച്ചാണ് ലതയും ബാലാമണിയും മടങ്ങിയത്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കാസർഗോഡ്.